ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അദാലത്തുകളിലെ ഉത്തരവുകൾ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ജനാധിപത്യം ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കാഫിർ സ്ക്രീൻഷോട്ട്. യൂത്ത് ലീഗ് ലോങ് മാർച്ച് 8-9 തീയതികളിൽ നടക്കും. ഗ്ലോബൽ ആയുർവേദ വെൽനസ് മെഡിക്കൽ ടൂറിസം 2024 ഉച്ചകോടി ശ്രദ്ധേയമായി. ഞാൻ സാന്റീന പ്രഭാത്. നോക്കാം വിശദമായ വാർത്തകൾ. അദാലത്തുകളിലെ ഉത്തരവുകൾ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. കോഴിക്കോട് കോർപ്പറേഷൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങൾക്ക് വേഗതയിലും കാര്യക്ഷമമായും സേവനങ്ങൾ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ അദാലത്തുകൾ സംഘടിപ്പിക്കുന്നതെന്നും ഇതിനകം നടത്തിയ അദാലത്തുകളിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി വിലയിരുത്തിയപ്പോഴാണ് അദാലത്തിൽ വ്യക്തമായ ഉത്തരവുകൾ ഉണ്ടായിട്ടും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അപൂർവം ചില ഉദ്യോഗസ്ഥർ ഉത്തരവുകൾ നടപ്പാക്കുന്നതിൽ വീഴ്ച വരുത്തുന്നതായി ബോധ്യമായതെന്നും മന്ത്രി പറഞ്ഞു. വകുപ്പ് മന്ത്രിയുടെയും ഡയറക്ടർമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ അദാലത്തുകളിൽ വെച്ച് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാൻ തയ്യാറാവാത്ത സമീപനം അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം സത്യസന്ധമായും കാര്യക്ഷമമായും ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുമെന്നും അവരെ അന്യായമായി ദ്രോഹിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേറൊരു അപേക്ഷ CR സോണിൽ തെറ്റായിട്ട് പെർമിറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല 3 കൊല്ലം കഴിഞ്ഞിട്ട് പെർമിറ്റ് പുതുക്കി കൊടുത്തു. പക്ഷേ കെട്ടിടം പണി പ്രവാസികളാണ്, വീടാണ്, വേറെ ഒന്നുമല്ല, വീടെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്പറിന് ചെന്നപ്പോൾ പറഞ്ഞു, ഇതേ തദ്ദേശ സ്ഥാപനം പറഞ്ഞു നമ്പർ കൊടുക്കാൻ പറ്റില്ല, കാരണം CR സെറ്റിലാണ്. അപ്പൊ ആരാ പെർമിറ്റ് കൊടുത്തത്? അവർ തന്നെ. ആരാണ് പെർമിറ്റ് പുതുക്കി കൊടുത്തത്? അവർ തന്നെ. പെർമിറ്റ് അനുസരിച്ചാണോ നിർമ്മാണം? പ്ലാനും പെർമിറ്റും അനുസരിച്ച് കൃത്യമായിട്ടതാണ്, ഒരു വയലേഷനും ഇല്ല. അപ്പൊ അവരുടെ വീഴ്ചയ്ക്ക് ഇവരെ ശിക്ഷിക്കാൻ പറ്റില്ല. പെർമിറ്റ് കൊടുക്കാൻ ഉത്തരവിട്ടു, ഒപ്പം പെർമിറ്റ് കൊടുത്ത ഉദ്യോഗസ്ഥനെതിരായിട്ടുള്ള വകുപ്പ് തല നടപടിക്കും നിർദ്ദേശം കൊടുത്തു. അതായിരിക്കും സർക്കാരിന്റെ സമീപനം. ജോലി ചെയ്യുന്നവരെ, ഉദ്യോഗസ്ഥരെ, സത്യസന്ധമായിട്ട് അവരുടെ ചുമതല നിർവഹിക്കുന്നവരെ സർക്കാർ സംരക്ഷിക്കും. ആരും അവരെ വേട്ടയാടാൻ അനുവദിക്കില്ല. ജോലി ചെയ്യാത്തവരോട്, ആളുകളെ വട്ടം ചുറ്റിക്കുന്നവരോട് ഒരു കരുണയും ഉണ്ടായിരിക്കില്ല. അതും പറയാൻ ആഗ്രഹിക്കുക. ഉദ്ഘാടന ചടങ്ങിൽ മേയർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ അഹമ്മദ് ദേവർകോവിൽ, തോട്ടത്തിലെ രവീന്ദ്രൻ, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, LSGD ചീഫ് എഞ്ചിനീയർ KG സന്ദീപ്, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ, LSGD റൂറൽ ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനാധിപത്യം ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. ജില്ലാതല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 6 വർഷങ്ങൾക്ക് ശേഷം BJP മെമ്പർഷിപ്പ് ക്യാമ്പയിന് ജില്ലയിൽ തുടക്കമായി. 2 ഘട്ടമായി ഒക്ടോബർ 15 വരെ നടക്കുന്ന അംഗത്വ വിതരണ ക്യാമ്പയിൻ ജില്ലയിലെ എല്ലാ ബൂത്തുകളിലും നടത്തും. 4 ലക്ഷം അംഗങ്ങളെ ചേർക്കുക എന്നതാണ് ലക്ഷ്യം. മാരാർജി ഭവനിൽ നടന്ന ചടങ്ങിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പ്രശസ്ത ചലച്ചിത്ര നടൻ കോഴിക്കോട് നാരായണൻ നായരെ ഓൺലൈൻ വഴി അംഗമാക്കിക്കൊണ്ട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. ജനാധിപത്യം ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്നും പാർട്ടിക്കകത്തും ഭരണത്തിലും അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നുണ്ടെന്നും MT രമേശ് പറഞ്ഞു. 2004 BJP ഓൺലൈൻ മെമ്പർഷിപ്പിലേക്ക് കടന്നപ്പോൾ
വലിയ തോതിലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയുള്ള പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് ഓൺലൈൻ മെമ്പർഷിപ്പിനെ വിശ്വാസ്യതയുള്ളതാക്കി മാറ്റുക? അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾ എല്ലാവരും പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നവരാണ് എന്നെങ്ങനെ ഉറപ്പ് പറയാൻ സാധിക്കും? ഇങ്ങനെയെല്ലാമുള്ള ധാരാളം പ്രചരണങ്ങളൊന്നുണ്ടായി. പക്ഷെ ആ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് 2014 വിജയകരമായി നാം നമ്മുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം പൂർത്തിയാക്കി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ അധ്യക്ഷത വഹിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ്, ജില്ലാ പ്രഭാരി കെ നാരായണൻ മാസ്റ്റർ, സംസ്ഥാന വക്താവ് VP ശ്രീ പത്മനാഭൻ, യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് CR പ്രഫുൽ കൃഷ്ണൻ, OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ M മോഹനൻ, E പ്രശാന്ത് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാഫിർ സ്ക്രീൻഷോട്ട്. യൂത്ത് ലീഗ് ലോങ് മാർച്ച് 8-9 തീയതികളിൽ നടക്കും. ലോങ് മാർച്ച് 8-ന് വൈകിട്ട് തിരുവള്ളൂർ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കും. സെപ്റ്റംബർ 8-9 തീയതികളിൽ കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടും അതോടൊപ്പം നിലവിൽ ഭരണകക്ഷി MLA തന്നെ പോലീസ് നിയന്ത്രിക്കുന്ന അധോലോകത്തെ സംബന്ധിച്ച് വളരെ അപകടകരമായ ഒരു മെസ്സേജ്, ഒരു തുറന്നുപറച്ചിൽ കേരളീയ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ചതിന്റെ അടിസ്ഥാനത്തിലും കോഴിക്കോട് ജില്ലാ പോലീസ് കേന്ദ്രമായ SP ഓഫീസിലേക്ക് 2 ദിനങ്ങളിലായി തുടരുന്ന ലോങ് മാർച്ച് ജില്ലാ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ തിരുവള്ളൂർ മുതൽ വടകര SP ഓഫീസ് വരെ നടക്കുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും പോലീസ് മാർക്സിസ്റ്റ് ഗൂഢാലോചനയിൽ പ്രതിഷേധിച്ചും മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ലോങ് മാർച്ച് നടത്തുമെന്ന് ജില്ലാ പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ, MSF ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോഡ് എന്നിവർ പറഞ്ഞു. 8-9 തീയതികളിലാണ് മാർച്ച്. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് പ്രചരിപ്പിച്ചതും CPM സൈബർ കേന്ദ്രത്തിൽ നിന്നാണെന്ന് വ്യക്തമാകുമ്പോൾ പോലീസ് കേസെടുക്കാത്തതിൽ കോടതി വിമർശിച്ചിട്ടുണ്ട്. കൊള്ള, കൊല, സ്വർണ്ണക്കടത്ത് തുടങ്ങിയവയിൽ പോലീസ് പങ്കാളിത്തം ഭരണപക്ഷം MLA തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണെന്ന് മിസ്ഹബ് കീഴരിയൂർ പറഞ്ഞു. ലോങ് മാർച്ച് 8-ന് വൈകിട്ട് തിരുവള്ളൂർ പഞ്ചായത്തിൽ നിന്ന് ആരംഭിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറയ്ക്കൽ അബ്ദുള്ള പതാക കൈമാറും. 9-ന് വൈകിട്ട് വടകര SP ഓഫീസിൽ സമാപിക്കും. സമാപന പരിപാടിയിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഗ്ലോബൽ ആയുർവേദ വെൽനസ് മെഡിക്കൽ ടൂറിസം 2024 ഉച്ചകോടി ശ്രദ്ധേയമായി. ആയുർവേദ ഹെൽത്ത് ടൂറിസം ലോകോത്തരമായി ബ്രാൻഡുവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ഗ്ലോബൽ സമ്മിറ്റ് എക്സ്പോ കൊച്ചിയിൽ നടന്നത്. കൊച്ചി അഡുലക്സ് ഇന്റർനാഷണൽ എക്സിബിഷൻ സെന്ററിലാണ് സമ്മേളനം നടന്നത്.
കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയത്തിന്റെയും കേരള ഹെൽത്ത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെയും സഹകരണത്തോടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി CII ആണ് ഉച്ചകോടിയും ഹെൽത്ത് ടൂറിസം എക്സ്പോയും സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്നിവർ വെർച്വലായി ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. Stakeholders, members of the media and fellow delegates, greetings to you all. I realize more than science. അയൽ രാജ്യമായ മാലിദ്വീപ് ആരോഗ്യമന്ത്രി അഹമ്മദ് ഗസിം വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ആയുഷ് മന്ത്രാലയം സെക്രട്ടറി വൈദ്യ രാജേഷ് കൊട്ടേച്ച സമ്മിറ്റ് പ്രഭാഷണം നിർവഹിച്ചു. കേരള IDC ഡയറക്ടർ ഹരികൃഷ്ണൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പ്രൊഫസർ തനുജ നൊസാരി എന്നിവർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. CII ഗ്ലോബൽ ആയുർവേദ മെഡിക്കൽ സമ്മിറ്റ് ചെയർമാൻ ഡോക്ടർ സജികുമാർ, ആയുർവേദ പാനൽ കൺവീനർ ഡോക്ടർ PM വാര്യർ, CII കേരള ടൂറിസം പാനൽ കൺവീനർ ബേബി മാത്യു, മുൻ ഇന്ത്യൻ അംബാസഡർ വേണു രാജാമണി, AVA MD AV അനൂപ് എന്നിവർ പ്രസീഡിയം നിയന്ത്രിച്ചു. യൂറോപ്പ്, ഗൾഫ് രാജ്യങ്ങൾ, ഈസ്റ്റ് ആഫ്രിക്ക, അമേരിക്ക തുടങ്ങിയ 40-ൽ പരം രാജ്യങ്ങളിൽ നിന്നായി ഡെലിഗേഷൻ ടീം സ്പീക്കേഴ്സായി എത്തി. ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നും കേരളത്തിൽ നിന്നുമായി 8000-ൽ പരം ഡെലിഗേറ്റുകൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ ആയുർവേദ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, മോഡേൺ ഹോസ്പിറ്റൽ, മെഡിക്കൽ ടൂറിസം കമ്പനികൾ, ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ടൂറിസം സംരംഭകർ എന്നിവരും ഉച്ചകോടിയിൽ പങ്കാളികളായി. ഈ മേഖലയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും മറ്റും നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക എന്നാണ് സമ്മേളനത്തിന്റെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 2023-24 വർഷത്തെ മികച്ച ITI അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവ് സീനിയർ ഇൻസ്ട്രക്ടർ രാധാകൃഷ്ണൻ PKയെ ആദരിക്കുന്നു. 9-ന് തിങ്കളാഴ്ച രാവിലെ കോഴിക്കോട് ഗവൺമെന്റ് ITI ഓഡിറ്റോറിയത്തിൽ വെച്ച് PTIയുടെയും സ്റ്റാഫ് കൗൺസിലർമാരുടെയും നേതൃത്വത്തിലാണ് ആദരിക്കുന്നത്. നാഷണൽ അധ്യാപക അവാർഡ്, അതായത് തൊഴിൽ നൈപുണ്യവും വിഭാഗത്തിൽപ്പെട്ട, അതായത് ITI ഇൻസ്ട്രക്ടർക്കുള്ള മികച്ച അധ്യാപകനുള്ള ഒരു അവാർഡ് നമ്മുടെ സ്ഥാപനത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ശ്രീ PK രാധാകൃഷ്ണൻ. അദ്ദേഹം കോഴിക്കോട് ITIയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇതിന്റെ ട്രേഡ് ഫിറ്ററാണ്. 2023-24 വർഷത്തെ മികച്ച ITI അധ്യാപകനുള്ള ദേശീയ അവാർഡ് ജേതാവ് സീനിയർ ഇൻസ്ട്രക്ടർ രാധാകൃഷ്ണൻ PKയെ സെപ്റ്റംബർ 9-ന് തിങ്കളാഴ്ച കോഴിക്കോട് ഗവൺമെന്റ് ITI ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരിക്കും. പൊന്നാട അണിയിക്കലും മെമന്റോ സമർപ്പണവും തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിക്കും. വാർഡ് കൗൺസിലർ നിഖിൽ P അധ്യക്ഷത വഹിക്കും. PTIയുടെയും സ്റ്റാഫ് കൗൺസിലിന്റെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. കോവിഡ് കാലത്ത് കുറെ ക്ലാസുകൾ അദ്ദേഹം യൂട്യൂബ് ക്ലാസുകൾ പ്രിന്റഡ് ട്രെയിനിങ് മുഖേന വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുലൈമാൻ സേഡ് സെന്റർ വനിതാവേദിയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് കെയർ പാലിയേറ്റീവ് പദ്ധതി ലോഞ്ചിംഗ് സെപ്റ്റംബർ 8-ന് നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ലോഞ്ചിംഗ് നിർവഹിക്കുമെന്ന് പാലിയേറ്റീവ് കെയർ അധികൃതർ പറഞ്ഞു. സുലൈമാൻ സേഡ് സെന്റർ ഫിസിയോതെറാപ്പി സെന്റർ കുറ്റിച്ചിറയിൽ സൗജന്യ സേവനത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഇതിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു പ്രധാനമായൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കണം എന്നുള്ള രീതിയിലാണ് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള പാലിയേറ്റീവ് ഡിവിഷൻ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കേരളത്തിലെമ്പാടും കോഴിക്കോട് നഗരത്തിലും ഇഷ്ടംപോലെ സ്വകാര്യ മേഖലയിലും സർക്കാർ മേഖലയിലും എല്ലാം പാലിയേറ്റീവ് ഡിവിഷനുകളുണ്ട്. പക്ഷേ വനിതകൾക്ക് മാത്രമായി ഒരു ഡിവിഷനില്ല. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഈ പ്രോജക്റ്റ് നമ്മൾ ലോഞ്ചിങ് ഈ 8-ാം തീയതി ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുകയാണ്. സുലൈമാൻ സേഡ് സെന്റർ ഫോർ പൊളിറ്റിക്കൽ സ്റ്റഡീസ് ആൻഡ് സോഷ്യൽ സർവീസ് ട്രസ്റ്റ് സിറ്റി ചാപ്റ്ററിന് കീഴിൽ പ്രവർത്തിക്കുന്ന സുലൈമാൻ സേഡ് സെന്റർ വനിതാവേദിയുടെ നേതൃത്വത്തിലുള്ള പിങ്ക് കെയർ പാലിയേറ്റീവ് പദ്ധതി ലോഞ്ചിംഗ് 8-ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിക്കും. രാവിലെ 9:30-ന് സുലൈമാൻ സേഡ് സെന്ററിലാണ് ചടങ്ങ്. സ്ത്രീകൾക്കും 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും വേണ്ടിയാണ് പിങ്ക് കെയർ പാലിയേറ്റീവ്. പ്രത്യേക പരിശീലനം ലഭിച്ച 25 വനിതാ വോളണ്ടിയർമാരുടെ ഹോം കെയർ പരിചരണ പരിപാടി ആരംഭിക്കുമെന്ന് പാലിയേറ്റീവ് കെയർ നോഡൽ ഓഫീസർ MB റംസി ഇസ്മയിൽ, വനിതാവേദി പ്രസിഡന്റ് അസ്മിത നിസാർ എന്നിവർ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ സംഘടിപ്പിക്കുന്ന JCI വാരം ഈ മാസം 9-ന് ആരംഭിക്കുമെന്ന് JCI കാലിക്കറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജമീൽ സേട്ട് അറിയിച്ചു. സെപ്റ്റംബർ 15 വരെയുള്ള ആഘോഷത്തിൽ ഒട്ടനവധി പരിപാടികളാണ് ഉള്ളത്. ഇത് നമുക്ക് നോർമലി ഓരോ ദിവസങ്ങളും ഓരോ തീമിനനുസരിച്ചാണ് പ്രോഗ്രാംസ് ഉണ്ടാവുക. കുറേ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസും അതേപോലെ നമുക്ക് PR അല്ലെങ്കിൽ കുറേ മാരത്തോൺ അതുപോലത്തെ കുറേ രീതിയിലുള്ള പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ഈ ഒരു 2 ദിവസം ഈ ഒരു ആഴ്ച നടത്താറുണ്ട്. അപ്പം അത് അറിയിക്കാനുള്ളതാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഈ വർഷം നമ്മൾ 2024 സെപ്റ്റംബർ 9 മുതൽ 15-ാം തീയതി വരെ JCI വാരം ആഘോഷം ഉണ്ടാവും. അപ്പം അതിന് ഉള്ള ഒരു ടീമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസം ഓരോ കോർഡിനേറ്റേഴ്സും ആ രീതിയിലൊക്കെയാണ് പ്രോഗ്രാം നടക്കാറ്. JCI വാരാഘോഷം 9 മുതൽ 15 വരെ നടത്തുമെന്ന് JCI കാലിക്കറ്റ് പ്രസിഡന്റ് ഡോക്ടർ ജമീൽ സേട്ട്, വൈസ് പ്രസിഡന്റ് ശ്രുതി കൃഷ്ണ എന്നിവർ പറഞ്ഞു. കമ്മ്യൂണിറ്റി സേവന പദ്ധതികൾ, പരിശീലന വികസന സെഷനുകൾ, നെറ്റ്വർക്കിംഗ് ഇവന്റ്, പൊതുബോധവൽക്കരണ പരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ എന്നിങ്ങനെ വ്യത്യസ്തമായ തീം അടിസ്ഥാനമാക്കിയാണ് ആഘോഷമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 7 ദിവസങ്ങളിലായിട്ട് ഒരു 75ഓളം പ്രോജക്ട്സ് ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഞങ്ങൾ ഈ സൊസൈറ്റിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരുപാട് യൂത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ നമ്മളിങ്ങനെ നമ്മൾ ഓൾഡ് ഏജ് ഹോം റിലേറ്റഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതേപോലെ നമ്മൾ കമ്മ്യൂണിറ്റി സർവീസ്, പിന്നെ നമ്മുടെ സ്കൂൾസ് കോളേജസിലൊക്കെ ഓണം വെക്കേഷനാണ്, എന്നാലും അതിൻ്റെ മുന്നേ നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് മെട്രോ ബിൽഡിംഗ് ഓണേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. 9-ന് തിങ്കളാഴ്ച വൈകിട്ട് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ഞങ്ങളുടെ സംഘം 10 വർഷം പൂർത്തീകരിക്കുമ്പോൾ 1.5 കോടി രൂപ ചെലവിൽ ഗാന്ധിജിയുടെ പാദസ്പർശമേറ്റ ഗാന്ധി റോഡിനോട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള തീരദേശ പ്രദേശമായ വെള്ളയിൽ 1650 സ്ക്വയർ ഫീറ്റിൽ ഒരു 3 നില കെട്ടിടം മെട്രോ ടവർ എന്ന പേരിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 9-ാം തീയതി ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് നിർവഹിക്കുന്നു. കാലിക്കറ്റ് മെട്രോ ബിൽഡിംഗ് ഓണേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ 9-ന് വെള്ളയിൽ മെട്രോ ടവർ പരിസരത്ത് നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ലോക്കർ ഉദ്ഘാടനം ജോയിന്റ് രജിസ്ട്രാർ NM ഷീജ നിർവഹിക്കും. MK രാഘവൻ MPയും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും മുഖ്യാതിഥികളെ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഈ 10 മാസം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ ഭരണസമിതിയുടെ ഏകോപനവും ജീവനക്കാരുടെ നിശ്ചയദാർഢ്യവും അതിലുപരി ഇടപാടുകാരുടെ വിശ്വാസവും ഒക്കെ തന്നെയാണ് ഞങ്ങൾക്ക് അതിന്റെ പിന്നിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതിന്റെ പിന്നിലുള്ള രഹസ്യം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബ്രാൻഡഡ് ഷൂസുകളുടെയും പാദരക്ഷകളുടെയും മെഗാ ഡിസ്കൗണ്ട് മേള ജയ ഓഡിറ്റോറിയം ഹാളിലെ APR ഏജൻസീസിൽ തുടക്കമായി.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ആവശ്യമായ ഷൂസുകളുടെ പ്രമുഖ ബ്രാൻഡുകൾ മേളയിലുണ്ട്. ലേഡീസിനും ജെന്റ്സിനും കിഡ്സിനും ആവശ്യമായ എല്ലാ ബ്രാൻഡഡ് ഷൂകളും, കാഷ്വൽ ഷൂകളും, ഫോർമൽ ഷൂകളും, സ്പോർട്സ് ഷൂകളും മേളയിലുണ്ട്. 40% മുതൽ 70% വരെ ഡിസ്കൗണ്ട് ലഭിക്കും. മുന്തിയ ബ്രാൻഡുകളായ ID, ഗുഡ്ലാൻഡ്, ആക്ഷൻ, ലേഡീസ് ബ്രാൻഡുകളായ ഡാനാച്ചുറോ, ക്യൂട്ടിഫോ, സ്പോർട്സ് ബ്രാൻഡായ കൊളംബസ് എന്നിവയുടെ എല്ലാം ആകർഷകമായ ശേഖരമാണ് മേളയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ലേഡീസ്, ജെൻസ്, കിഡ്സിൻ്റെ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂസ്, അതുകൂടാതെ കാഷ്വൽ ഷൂസ്, ഫോർമൽ ഷൂസ്, സ്പോർട്സ് ഷൂസ് എന്നിവ ഇവിടെ ലഭിക്കുന്നതാണ്. അതും 40% തൊട്ട് ഏകദേശം 70% വരെ നമ്മൾ ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. മുന്തിയ ബ്രാൻഡായ ID, വുഡ്ലാൻഡ്, ലേഡീസ് ബ്രാൻഡായ ഡാനാച്ചുറോ, പിന്നെ അതുകൂടാതെ ക്യൂട്ടിഫോം, സ്പോർട്സ് ബ്രാൻഡായ കൊളംബസ് എന്നിവ വളരെയേറെ ഡിസ്കൗണ്ടിലായിരിക്കും നമ്മളിവിടെ വിൽക്കപ്പെടുന്നത്. നമ്മുടെ ഇത് വരുന്നതെന്ന് വെച്ചാൽ തളി ക്ഷേത്രത്തിനടുത്ത് ജയ ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഹോളിലാണ്. സെപ്റ്റംബർ 4 തീയതി ഈ മാസം തൊട്ട് 13 തീയതി വരെയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തേക്കുന്നത്. ഉച്ചയ്ക്ക് ഒരു 12 മണി തൊട്ട് രാത്രിയിൽ ഒരു 9 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് വരുന്നത്. തളി ക്ഷേത്രത്തിനടുത്ത് ജയ ഓഡിറ്റോറിയം ഹാളിലാണ് ഷൂസുകളുടെയും പാദരക്ഷകളുടെയും ആകർഷകമായ കളക്ഷനുകളുമായി മേള ആരംഭിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 4 മുതൽ 13 വരെ മേള തുടരും. ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 9 മണി വരെയാണ് മേളയിലേക്കുള്ള പ്രവേശനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് LIC രാമനാട്ടുകര ബ്രാഞ്ചിൽ ഇൻഷുറൻസ് വാരത്തോടനുബന്ധിച്ച് നടത്തിയ ഏജന്റ്സ് ഡേ ആഘോഷം രാമനാട്ടുകര മുനിസിപ്പൽ വൈസ് ചെയർമാൻ K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ മർലിൻ സക്കറിയ അധ്യക്ഷത വഹിച്ചു. ഡിവിഷണൽ മാർക്കറ്റിംഗ് മാനേജർ LS സുനിൽ പ്രകാശ് മുഖ്യാതിഥിയായി. T. അഭിലാഷ്, ഷെബീർ VT, വാളക്കട ബാബു, V. വസന്തകുമാരി എന്നിവർ സംസാരിച്ചു. നേരത്തെ ഇൻഷുറൻസ് വാരാഘോഷം യൂണിയൻ ബാങ്ക് ഫറൂഖ് ബ്രാഞ്ച് ചീഫ് മാനേജർ മുരുകേശ്വരി ഉദ്ഘാടനം ചെയ്തു. നിതിൻ തമ്പി, E. ജയകൃഷ്ണൻ, R. അർജുനൻ, NK രാമകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. വാരാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ മെഡിക്കൽ ക്യാമ്പിന് രാമനാട്ടുകര ഹെൽത്ത് സെന്ററിലെ V. സുരേഷ്, ഏജന്റ് K. ശൈലജ എന്നിവർ നേതൃത്വം നൽകി. കാവുന്തറ സൈനിക കുടുംബാംഗമായ വിനോദ് കുമാറിന് 30 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്തെത്തിയ ദിവസം വാകയാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ NCC കേഡറ്റുകളുടെയും നടുവണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിൽ നൽകിയ സ്വീകരണ റാലിയിൽ നാട്ടുകാരും അണിചേർന്നു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജലീൽ MK ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം സജീവൻ മക്കാട്ട്, രാധാകൃഷ്ണൻ A, സലാം കോയമ്പറത്ത്, പത്മനാഭൻ കണാരൻകണ്ടി എന്നിവർ സംസാരിച്ചു. അക്ഷര ഗാർഹിക കൂട്ടായ്മ, വിമുക്ത ഭട സംഘടനകൾ, സുഹൃത്തുക്കൾ എന്നിവരും ചടങ്ങിൽ വിനോദ് കുമാറിനെ ആദരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചവരെയും പ്രചരിപ്പിച്ചവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് മടവൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് സമരകാഹളം സംഘടിപ്പിച്ചു. എലത്തൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹിർ കുട്ടമ്പൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് OK ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു. മടവൂർ പഞ്ചായത്ത് GCC KMCC ജനറൽ സെക്രട്ടറി ഷമീം മടവൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി അംഗം റാഫി ചെരച്ചോറ, ഷറഫു അരീക്കൽ, TK അസുമോൻ തുടങ്ങിയവരും സംസാരിച്ചു. ജനറൽ സെക്രട്ടറി മുനീർ പുതുക്കുടി, അഡ്വക്കേറ്റ് അബ്ദുറഹിമാൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അദാലത്തുകളിലെ ഉത്തരവുകൾ സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി MB രാജേഷ്. ജനാധിപത്യം ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുന്ന പാർട്ടിയാണ് BJP എന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കാഫിർ സ്ക്രീൻഷോട്ട് യൂത്ത് ലീഗ് ലോങ് മാർച്ച് 8-9 തീയതികളിൽ നടക്കും. ഗ്ലോബൽ ആയുർവേദ വെൽനസ് മെഡിക്കൽ ടൂറിസം 2024 ഉച്ചകോടി ശ്രദ്ധേയമായി.
ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.